ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ബേസിക്കായിട്ടുള്ള ചില ഫാക്ട്സാണ് പഠിച്ചത്. നൗൺ, പ്രോനൗൺ പോലുള്ള ബേസിക്കായിട്ട് ഇംഗ്ലീഷിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇന്ന് ഹിന്ദിയുടെ കേസിലാണ് നമ്മൾ നോക്കുന്നത്. അന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഹിന്ദി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമുക്ക് ഹിന്ദിയിലൊരു സെൻറ്റൻസ് കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും ബേസിക്കായിട്ട് ഹിന്ദിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലും ഇനി പാരൻസിൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ച അതേ കാര്യം തന്നെ നൗൺ എന്ന് പറയും അല്ലേ. അപ്പോൾ ഹിന്ദിയിൽ അത് സംജ്ഞ എന്ന് പറയും. അപ്പോൾ എന്തായിരിക്കും അത്? നാം, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ മനുഷ്യരുടെയോ ഒക്കെ പേരുകളെയാണ് എന്ത് നാം അല്ലെങ്കിൽ സംജ്ഞ എന്ന് പറയുന്നത്. ഇപ്പം മനുഷ്യ, കിതാബ്, ഭാരത്, മാം, പിത, ഗായ്, കുർസി അല്ലേ. അപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്, കിതാബ് പുസ്തകം, പിന്നെന്താണ് മാം, പിത, ഗായ് എന്ന് പറഞ്ഞാൽ പശു, കുർസി എന്ന് പറഞ്ഞാൽ എന്താണ് കസേര. അപ്പം അങ്ങനെ ഓരോ വസ്തുക്കളുടെയൊക്കെ പേരിനെയാണ് എന്ത് പറയുന്നത്? മനുഷ്യരുടെയൊക്കെ പേരിനെയാണ് എന്ത് പറയുക? സംജ്ഞ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോനൗൺ. പ്രോനൗൺ എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ സർവനാം എന്ന് പറയും അല്ലേ. എന്താണ്? നമ്മളെപ്പോഴും പേരെടുത്ത് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന ചില വേർഡ്സ്. തും, ഹം, ആപ്, വഹ്, യഹ്, ജോ, മേം എന്നൊക്കെ പറയില്ലേ. അതായത് മേം എന്ന് പറഞ്ഞാൽ ഞാൻ, തും നീ, ഹം എന്ന് പറഞ്ഞാൽ നമ്മൾ, ആപ് എന്ന് പറഞ്ഞാൽ താങ്കൾ, വഹ്, യഹ് അത് ഇത് എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യം. നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ അതങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ആയിരുന്നു, അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ അങ്ങനെയാണ്, താങ്കൾ, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതിന് പേരെടുത്ത് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് സർവനാം എന്ന് പറയാം. നെക്സ്റ്റ് വിശേഷൻ. വിശേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സ്. അതായത് ബഡ വലുത്, ലംബ എന്ന് വെച്ചാൽ എന്താണ്? നീളമുള്ളത്. പിന്നെ സുന്ദർ. സുന്ദർ എന്ന് പറഞ്ഞാൽ എന്താ? മനോഹരമായത്. പിന്നെ മീഠ, മധുരമുള്ളത്. ഭാരി, കായർ എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യരെയോ ഒക്കെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് വിശേഷൻ എന്ന് പറയാം. രാമു ലംബാഹെ എന്ന് വെച്ചാൽ എന്താണ്? രാമു ഈസ് ടോൾ. രാമു ഉയരമുള്ള കുട്ടിയാണ്, അതാണ് അതിനർത്ഥം. ഈ ഉയരം അല്ലെങ്കിൽ ലംബ എന്ന് പറയുന്നതാണ് എന്ത്? വിശേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്രിയ. ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, ആക്ടിവിറ്റീസ് അല്ലേ. ദൗഡ്ന ഓടുക, ഖാന കഴിക്കുക, രോന കരയുക, അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെയാണ് ക്രിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്രിയാവിശേഷൻ. ക്രിയാവിശേഷൻ എന്താണ്? നമ്മൾ ഈ ക്രിയേനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സ്. ബഹുത്ത്, ധീരെ അല്ലേ, ഒരുപാട് ദൂരെ ഓടി അല്ലെങ്കിൽ മെല്ലെ നടന്നു എന്നൊക്കെ പറയില്ല. അതുപോലെ ബഹുത്ത്. ബഹുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട്. ധീരെ എന്ന് പറഞ്ഞാൽ മെല്ലെ. അങ്ങനെ ക്രിയകളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് ക്രിയാവിശേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പൂർവ്വസർഗം. പൂർവ്വസർഗം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ച പ്രപ്പോസിഷൻ തന്നെ. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ രണ്ട് വാക്കുകളെ തമ്മിൽ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ അല്ലെങ്കിൽ വേർഡ്സ്. എന്താണ്? മേം, പർ, കെ, ഊപ്പർ, പിന്നെ നീച്ചെ, സേ എന്ന് വെച്ചാൽ എന്താണ്? കുർസി മേം എന്ന് വെച്ചാൽ എന്താണ്? കസേരയിൽ. അപ്പോൾ എന്താണ്? ഇപ്പം നമ്മൾ തിരുവനന്തപുരം സേ എന്ന് നമ്മൾ പറയില്ല. എന്ന് വെച്ചാൽ എന്താണ്? തിരുവനന്തപുരത്ത് നിന്ന്. അങ്ങനെ നിന്ന്, ഇൽ, കൊണ്ട്, ഓട്, അങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകൾ കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജോയിനിങ് ആയിട്ടുള്ള പദങ്ങളില്ലേ, അതിനെയാണ് പൂർവ്വസർഗ് എന്ന് പറയാം. അപ്പം മേം, പർ, കെ, ഊപ്പർ, കെ, നീച്ചെ, സേ എന്നൊക്കെ പറയുന്നത്. അതായത് അതിൻ്റെ അടിയിൽ, ഇതിൻ്റെ മുകളിൽ, അതിൽ, ഇതിൽ, അവിടെ നിന്ന് എന്നൊക്കെ പറയുന്ന വേർഡ്സ്, അതിനെയാണ് പൂർവ്വസർഗ് എന്ന് പറയാം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഏകവചൻ, ബഹുവചൻ. ഏകവചൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാക്കിനെ മാത്രം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ലടുക്ക, ലടുക്കി, ഗായ്, കിതാബ് എന്ന് വെച്ചാൽ എന്താണ്? ഒരാൺകുട്ടി, അതാണ് ലടുക്ക. ഒരു പെൺകുട്ടി, അതിനെയാണ് ലടുക്കി എന്ന് പറയുന്നത്. ഗായ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പശു. കിതാബ് എന്ന് പറയുമ്പോൾ ഒരു ബുക്കിനെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ നേരെ പ്ലൂറൽ, അതാണ് ബഹുവചൻ. ബഹുവചൻ എന്താണ്? ലടുക്ക എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് ലടുക്കെ എന്ന് വെച്ചാൽ ആൺകുട്ടികൾ, ലടുക്കിയാം പെൺകുട്ടികൾ, ഗായം എന്ന് പറഞ്ഞാൽ എന്താണ്? പശുക്കൾ, കിതാബയം എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഏറ്റവും സിമ്പിളാണ്, പക്ഷേ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് ഹിന്ദിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില വേർഡ്സും അതിൻ്റെ അർത്ഥങ്ങളും. ഓക്കെ, താങ്ക് യു.